സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച ഹെഡ് മിസ്റ്റർ ലിറ്റി തെരേസ്, മതാധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യം തന്നെ എല്ലാവർക്കും ദുഃഖാന തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. അസതോമ സപ്തമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതമയ എന്നാണല്ലോ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്ന് പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഭാരത മണ്ണിലേക്ക് രക്ഷയുടെ സുവിശേഷമായി എത്തിയ ക്രിസ്തു ശിഷ്യനാണ് തോമസ് ലീഹ. ജൂലൈ 3-നാണ് തോമസ് ലീഹയുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ സ്ഥാപകനായ തോമസ് ലീഹ രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ ഓർമ്മയാണ് ദുഃഖാന തിരുനാൾ. ദുഃഖാനയ്ക്ക് കേരളത്തിൽ തോറാന എന്നും പറയാറുണ്ട്. തോരാതെ മഴമേൽ ദിവസമായതിനാണ് എന്ന വാക്ക് വന്നത്. AD 50-ൽ തോമസ് ലീഹ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എത്തി എന്നാണ് കരുതപ്പെടുന്നത്. പറവൂർ, നിലയ്ക്കൽ, കൊല്ലം, കൊക്കമംഗലം, തലയൂർ, മലയാറ്റൂർ എന്നിവിടങ്ങളിൽ തോമസ് ലീഹ പള്ളികൾ സ്ഥാപിച്ചു. 7 പള്ളികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. തിരുവിതാംകോട് പള്ളിയാണ് അരപ്പള്ളി. AD 72-ൽ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് കുത്തേറ്റാണ് തോമസ് ലീഹ രക്തസാക്ഷിയായി നിര്യാതനാകുന്നത്. തോമസ് ലീഹയുടെ കബറിടം മൈലാപ്പൂരിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും ഭൗതികാവശിഷ്ടം ഇറ്റലിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നും ക്രിസ്ത്യാനികൾ പീഡനങ്ങളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ശിഷ്യന്മാർക്ക് ധൈര്യം പകർന്ന യേശുവിന്റെ ധീരനായ അനുഗാമി വിശുദ്ധ തോമസ് ലീഹ എന്നും നമുക്കൊരു മാതൃകയാണ്. തന്നോടൊപ്പം സത്യത്തിന്റെയും ജീവന്റെയും വഴി തിരഞ്ഞെടുക്കുവാൻ ഏവരെയും പ്രേരിപ്പിക്കുന്ന വിശ്വസ്ത ശിഷ്യനാണ് തോമസ് ലീഹ. ക്രിസ്തുവിനെ പ്രതി ജീവൻ നൽകി ജീവൻ നേടുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് നമുക്ക് വളരാം. സംശയത്തിന്റെ നിഴൽ മാറ്റി തോമസ് ലീഹയെ പോലെ പൂർണ്ണ വിശ്വാസത്തോടെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അഥവാ മൈ ലോർഡ് മൈ ഗോഡ് എന്ന് നമുക്കും ഏറ്റുപറയാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ദുഃഖാന തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.